ചന്ദ്രദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം കഠിന തടവിന് കോടതി വിധിച്ചിരിക്കുകയാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കണ്ണൻ, നമ്മൾ ഈ കേസിന്റെ നാൾ വഴികളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ചിന് മാറുന്നു. CBI അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആ തലത്തിലേക്ക് പോകേണ്ട എന്നുള്ള നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മൾ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ? 2023 മെയ് 10-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ കൊലപാതകം ഉണ്ടാകുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഇത്തരത്തിൽ വന്ദനാദാസിനെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ആ ആശുപത്രി സുരക്ഷയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായി, രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായി, വലിയ സമര വേലിയേറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടായി. അതിനുശേഷം ഈ കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് മാറുകയായിരുന്നു. CBI അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആവശ്യം. എന്നാൽ CBI അന്വേഷണം സുപ്രീം കോടതി അടക്കം തള്ളുകയായിരുന്നു. പിന്നീടാണ് ക്രൈംബ്രാഞ്ചിൽ കേസ് അന്വേഷിക്കുകയും ക്രൈംബ്രാഞ്ച് DYSP ആയിട്ടുള്ള MM ജോസിന്റെ നേതൃത്വത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള അടവുകളും പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇയാൾ ഒരു മാനസിക രോഗിയാണ് എന്ന് സ്വയം വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലും പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇയാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈ മാനസിക രോഗികളെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ എടുത്ത് വായിക്കുകയും അത് കൃത്യമായി അതിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമൊക്കെ തന്നെ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ, മാനസികരോഗ വിദഗ്ധർ അടക്കം പരിശോധിച്ച് ഇയാൾക്ക് ചെറിയ രീതിയിൽ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ടടക്കം ഈ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ റിപ്പോർട്ടിനെ അടക്കം ഈ പ്രോസിക്യൂഷൻ കൃത്യമായി വാദിച്ച് അത് പ്രതി മാനസിക പ്രശ്നമുള്ള ആളല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഈ റിപ്പോർട്ട് എങ്ങനെ കോടതി കാണും, ഈ മാനസിക രോഗിയാണ് എന്നുള്ള റിപ്പോർട്ട് കോടതി കാണുമെന്നുള്ളത് പ്രതി കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്ന ദിവസമൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ടാക്കിയ കാര്യമായിരുന്നു. എന്നാൽ അതിനുശേഷം പ്രതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നു. പിന്നീട് പ്രതിയുടെയും വാദിയുടെയും കാര്യങ്ങൾ കേൾക്കുന്നു. ആ സമയത്തും പ്രതി പറഞ്ഞത് തനിക്ക് അബദ്ധം പറ്റിപ്പോയി, താൻ അറിയാതെ ചെയ്തു പോയതാണ്, പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം നൽകണമെന്നുള്ള ഒരു കാര്യമാണ് അന്നേരം കോടതിയിൽ പ്രതി ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരച്ഛൻ്റെയും അമ്മയുടെയും ഏകമകളായിട്ടുള്ള ഒരു പെൺകുട്ടി, അതുപോലെ തന്നെ ഒരു ഡോക്ടറായ കുട്ടിയെ അതിനെ കൊലപ്പെടുത്തിയിട്ട് എന്ത് പ്രായശ്ചിത്തമായിരിക്കും ഇയാൾ ചെയ്യുക എന്ന് നമ്മൾ അടക്കമുള്ള ആൾക്കാരുടെ മനസ്സിൽ ഉയർന്ന ചോദ്യമാണ്. അതിനുശേഷം ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വിധി ഉണ്ടായിരിക്കുന്നു. പ്രതിക്ക് ജീവപര്യന്തം തടവ്, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. 302 വകുപ്പ് പ്രകാരമാണ് ജീവപര്യന്തം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വധശ്രമത്തിന് മറ്റ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുവന്ന ബന്ധുവിനെ അടക്കം വധിക്കാൻ ശ്രമിച്ചു. ആ കേസിൽ 10 വർഷം തടവാണ് വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വകുപ്പ് പ്രകാരം 10 വർഷം തടവുണ്ട്. ആശുപത്രിയിൽ കയറി ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ച കേസ്, അതുപോലെ തന്നെ ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ആ വകുപ്പുകൾ പ്രകാരം 5 വർഷം തടവുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂട്ടിയാണ് 30 വർഷം തടവ്. ആ 30 വർഷം തടവ് ആദ്യം അനുഭവിക്കണം. അതിനുശേഷമായിരിക്കും ജീവപര്യന്തം ആരംഭിക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിധിയിൽ തൃപ്തിയുണ്ട് എങ്കിൽ പോലും വധശിക്ഷ എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് പ്രോസിക്യൂഷൻ ഇപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഏറ്റവും നിർണായകമായിട്ടുള്ള, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഒന്നിന്റെ ഭാഗത്ത് നിന്ന് ഒരു കേസിൽ സ്വാഭാവികമായിട്ടും നിയമനിർമ്മാണം ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെപ്പറ്റി ചോദ്യങ്ങൾ ഉയർന്നു വന്നൊരു കേസാണ്. അച്ഛനും അമ്മയുടെയും എക്കാലത്തെയും ആകെ സ്വപ്നം ആ പെൺകുട്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ്. അവൾക്ക് വേണ്ടി, അവൾ ഡോക്ടറായി തിരികെ വരുന്നതിന് വേണ്ടി അവളെ കാത്ത് നെയിം ബോർഡ് അവിടെ തയ്യാറായിരുന്നു. ഒരു മുറി ആ വീട്ടിൽ ഒരുക്കിയിരുന്നു, അതായത് ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുറി ഒരുക്കിയിരുന്നു. അങ്ങനെ എപ്പോഴും ഒറ്റ മകളാണ്. ആ മകളെ മാത്രം ആശ്രയിച്ച, ആ മകളുടെ ജീവിതകാലം മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച അച്ഛനും അമ്മയുമാണ്. അവരിന്നിപ്പോൾ നീതി കിട്ടിയോ എന്നുള്ള ചോദ്യത്തിന് അത് പറയാൻ പോലും എനിക്കറിയില്ല എന്ന് പറയുന്ന അമ്മയെ നമ്മൾ കാണുകയാണ്. പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് കുടുംബം പറയുന്നു.